കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ആനന്ദന്റെ വിവാഹക്കാരത്തെ ചൊല്ലി മീനാക്ഷിയും ആകാശം തമ്മില് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് മീനാക്ഷി ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയം ഇത്ര വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി പ്രശ്നം, എന്താ ആകാശേട്ടനായിട്ട് വഴക്കുണ്ടാക്കി നീക്ക്? ഒന്നുമില്ലാന്ന് പറയാ. എന്തോ കാര്യമുണ്ട്, എന്ത് പറ്റി? ചേച്ചിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ. എന്ത് പറയാനാ, എന്റെ പിഴ, അല്ലാതെ എന്ത് പറയാനാ? ഞാൻ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനത്തെ പഴി കേൾക്കേണ്ടി വന്നേന്ന് ചോദിക്കാം. മിത്ര പറഞ്ഞു, ചേച്ചി എന്തിനാ വിഷമിക്കണേ? ചേച്ചി സങ്കടപ്പെടാതെ കാര്യം എന്താന്ന് പറ. പിന്നീട് മീനാക്ഷി കാര്യങ്ങളൊക്കെ പറയണം. ഇതാണ് കാര്യം, കുഴപ്പമൊന്നുമില്ല. ആകാശന്റെ മനസ്സിലുള്ള വിഷമം പറഞ്ഞല്ലേ. എന്നാലും അത് ശരിയാണോ? ഈ വീട്ടിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എന്നെയും കൂടെ ബാധിക്കുന്ന കാര്യല്ലേ, അല്ലാതെ ഇവിടെ ബാക്കിയുള്ളവരെ മാത്രം ബാധിക്കുന്നല്ലോ. ഞാൻ ഈ കുടുംബത്തിലെ അംഗമല്ലേ. പക്ഷെ ആകാശ് പറഞ്ഞെന്താ, ഈ കുടുംബത്തിലെ അവരുടെ മാത്രം പ്രശ്നമാണ്. ഇപ്പൊ കേറി വന്ന ഞാൻ ആരായി? ഞാൻ വെറുതെക്കാരി ആയില്ലേന്ന് ചോദിക്കാം. മിത്രൻ, അങ്ങനെയൊന്നും ചേച്ചി വിചാരിക്കുകയും വേണമെന്ന് പറയണ. ആ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി കേട്ട് മീനാക്ഷി പറഞ്ഞ കാര്യങ്ങള്. മോളെ, നീ അങ്ങനെയൊന്നും പറയരുത്. നീ വീട്ടിലെ മരുമോളല്ല, എനിക്ക് നീ മോള് തന്നെയാന്ന് പറയാം. അവൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു ഓർത്തുണ്ട് നീ അതൊക്കെ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. അല്ലമ്മേ, ആകാശാണ് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അമ്മയ്ക്കറിയാലോ ഞാൻ എത്ര പാടുപെട്ട ഈ ആലോചനയെ കൊണ്ടുവന്നേന്ന്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അവിടെ ചെന്നുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. വീണ ചേച്ചി ഉറപ്പ് തന്നോണ്ടാ ഞാൻ എല്ലാരും കൂട്ടി അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നാണം കെടുത്താനായിട്ട് ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ ആകാശേട്ടൻ പറഞ്ഞെന്താണെന്നറിയോ? വിഷമിക്കണ്ട മോളെ, അതൊന്നും മോള് കാര്യാക്കണ്ടെന്ന് പറയാണ്. മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടപ്പോയി. മീനാക്ഷി സങ്കടപ്പെട്ട് അങ്ങോട്ട് പോയി ഇരിക്കുവാണ്. ഈ സമയം കല്യാണം മുടങ്ങിയ കാര്യം കൃഷ്ണമക്കളത്ത് എല്ലാരും പറഞ്ഞു. അലോകയെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു, എന്താണെങ്കിലും നല്ലതായി പോയി ആ കല്യാണം മുടങ്ങിയത്. അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം നമ്മൾ കാണേണ്ട വന്നേനെ. ഇവിടെ ഒരു കല്യാണം നടക്കുന്നതിന് മുമ്പ് അങ്ങനെ അവിടെ ഒരു പന്തൽ ഉയരുണ്ടെന്ന് പറയാ. നന്ദിതയും മുത്തശ്ശിയും കൂടെ ആ സമയത്താണ് അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടതും രാജേശ്വരി പറഞ്ഞു, ഇനിയിപ്പോ അവിടുത്തെ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ. നന്ദിത പെട്ടെന്ന് പറഞ്ഞു, അത് വേണ്ടായിരുന്നു, വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയാ. മുത്തശ്ശി പറഞ്ഞു, ശരിയാ, വെറുതെ എന്തിനാ ആനന്ദിന്റെ വിവാഹം മുടക്കിയതുകൊണ്ട് ഇവിടെ എന്ത് നേടാനാന്ന് ചോദിക്കുക. പെട്ടെന്ന് അച്യുതൻ പറഞ്ഞു, അങ്ങനെ അവൻ അങ്ങനെ സൂചിച്ചിപ്പോ കല്യാണം കഴിക്കണ്ട. എന്റെ മോനോട് കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോ അത് മാത്രല്ല, ഇനിയിപ്പം കിഷോറിന്റെ മോളെ നമ്മുടെ അലോകിന് വേണ്ടിയിട്ട് ആലോചിക്കാൻ പോവാന്ന് പറയാ. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാണോടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവന് വേണ്ടി വന്ന ആലോചനയല്ലേ. ആ തട്ടിത്തെറിപ്പിച്ചിട്ട് നമ്മുടെ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കും. അമ്മയൊന്നും മിണ്ടായിരുന്നാ മതി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണമെന്ന് പറയാണ്. പിന്നീട് കിഷോറിനെ അച്യുതൻ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, കല്യാണാലോചന എങ്ങനെയായെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ കിഷോർ പറഞ്ഞു, ഞങ്ങൾ ആ ആലോചന അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചെന്ന് പറയാം. എന്തായാലും നേരത്തെ അച്യുതാടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എന്റെ ഭാര്യയുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അതുകൊണ്ടാ പിന്നെ ഞങ്ങള് ഇതിന് മുന്നിട്ട് ഇറങ്ങിയെന്ന് പറയാ. ഈ സമയം അച്യുതൻ പറഞ്ഞു, ഇത് പറയാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും എനിക്കൊരു ആലോചന ഉണ്ട് എന്ന് ചോദിക്കുക. അല്ല എന്താ ചിതാട്ട, എന്താ കാര്യം ചോദിക്കുക. എന്റെ മകൻ അലോകിനെ കുറിച്ച് അറിയാലോ, അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുക. അത് മാത്രമല്ല അവന്റെ ഒരു കല്യാണം മുടങ്ങിപ്പോക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവന് വേണ്ടിയിട്ട് ഞങ്ങള് പെണ്ണ് ആലോചിച്ചോണ്ടിരിക്കുക. നിന്റെ മോള് ശാരിക ഉണ്ടല്ലോ, അപ്പൊ ശാരിക അലോകും തമ്മില് ഒന്നിക്ക് വേണേ നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പെണ്ണ് കാണാൻ വരട്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ കിഷോറിന് പൂർണ്ണ സമ്മതം. ഇങ്ങോട്ട് എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറയാ. കാരണം ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് എന്റെ മോളെ വിടുന്നതിന് എനിക്ക് ഒരു സമ്മതക്കുറവില്ല. അത് മാത്രല്ല അറിയാലോ, ഞാൻ കൊറ്റ മോളാ. അപ്പൊ അച്യുതേട്ടന്റെ വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിടുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എപ്പോഴും സമയ സൗകര്യം എന്ന് ചോദിച്ചിട്ട് അതെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കാൻ പറയാണ്. അങ്ങനെ ഫോൺ വെക്കുക. ഫോൺ വെച്ചപ്പോ അച്യുതൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അച്യുതൻ രാജേശ്വരി പറഞ്ഞു, ഞാൻ കിഷോറിനോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെ, അലോകിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് പെണ്ണ് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ട് പോണെന്ന് പറയാം. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, എന്തായാലും ഈ കാണിക്കുന്ന വല്ലാത്തൊരു മോശത്തരം ആട്ടോ എന്ന് പറയാണ്. എന്ത് മോശത്തരം? ഒരു കുഴപ്പമില്ല, അവര് കാണിച്ച നെറിയേട് വെച്ച ഇതൊന്നുമല്ല. അവന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഇനി അവിടെ ഒരു കല്യാണപ്പന്തൽ ഉയരാൻ പോകുന്നില്ല. ഇവിടെ ആയിരിക്കും നമ്മൾ ഇനി കല്യാണം നടത്താൻ പോകുന്നത്. കണ്ടോ, ആദ്യം നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതലായിട്ട് ഗംഭീരമായിട്ടായിരിക്കും ഇനി ഈ കല്യാണം, അലോകിന്റെ കല്യാണം നമ്മൾ നടത്താൻ പോകുന്നു പറയാം. അലോകിന്റെ മുഖം കണ്ടപ്പോ അച്യുതൻ പറഞ്ഞു, നീ വിഷമിക്കുന്നുണ്ടോ മോനെ? ഉറപ്പായിട്ട് ഈ കല്യാണം നടക്കുമെന്ന് പറയാം. അലോകിന് അപ്പോഴും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. ഇനി ഈ കല്യാണം കൂടെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നീട് കാണിക്കുന്ന ദേവമംഗലത്ത് എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഈ സമയം മീനാക്ഷിനെ വിളിച്ചു. പക്ഷെ മീനാക്ഷി ഫുഡ് കഴിക്കാണ്ട് വന്നില്ല. മീനാക്ഷി ആകെപ്പാടെ സങ്കടത്തിലും ദേഷ്യത്തിലുമായിരുന്നു. ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുക.
അനി എന്നിട്ട് വിളിച്ചു, ചേച്ചി വാ എല്ലാരും കഴിക്കായിരുന്നു പറയണേ. എനിക്ക് വേണ്ട, കഴിച്ചോളാൻ പറയാണ്. അങ്ങനെ എല്ലാരും കഴിക്കായിരുന്നപ്പോ ബാലൻ ചോദിച്ചു, ഇതെന്ത് പറ്റി, മീനാക്ഷിക്ക് എന്ത് പറ്റി, മീനാക്ഷി വരാത്ത എന്താന്ന് ചോദിക്കാം. പെട്ടെന്ന് അനി പറഞ്ഞു, അതെ ആകാശേട്ടനായിട്ട് എന്തോ വഴക്കുണ്ടെന്ന് തോന്നേ, അതുകൊണ്ട് മീനാക്ഷി ചേച്ചി പിണങ്ങിയിരിക്കുവാന്ന് തോന്നുന്നു പറയണം. പെട്ടെന്ന് ആകാശിനോട് ചോദിച്ചു, എന്താടാ കാര്യം? അതൊന്നും ഇല്ല അച്ഛാന്ന് പറയാം. പിന്നീട് എല്ലാരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഗോമതിയെ വിളിച്ചിട്ട് ബാലൻ പറഞ്ഞു, അതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവും തോന്നില്ല. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായുള്ളൂ, ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ടുണ്ടെങ്കിൽ ഇവര് ജീവിതം എവിടെ ചെന്ന് എത്തും? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ജീവിതം. ഇനി എത്രയോ കാലം ഒന്നിച്ച് ജീവിക്കാനുള്ളവരാ. തുടക്കത്തിൽ എങ്ങനെയാണെങ്കിൽ പിന്നീട് എങ്ങനെയായി തീരുന്ന് ചോദിക്കുക. ഗോമതി, അതൊന്നും കുഴപ്പമില്ല, മീനാക്ഷി നല്ല പെൺകുട്ടിയാ, അവൾക്ക് കാര്യഗൗരവം പ്രാപ്തിയൊക്കെ ഉള്ളതാ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ബാലേട്ടൻ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയണേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം നമ്മൾ ഇങ്ങനെയാണോ പെരുമാറണ്ടേ? ഒരു കാര്യം ചെയ്യാം, അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അത് വേണോ? വിളിക്കാം, നമുക്ക് കാര്യം എന്താന്ന് അറിയണല്ലോ എന്ന് പറയണം. പിന്നീട് ആകാശിനോട് പറഞ്ഞു, നീ പോയി വിളിച്ചോണ്ട് വാടാന്ന് പറയണേ മീനാക്ഷിനെ. അങ്ങനെ ആകാശം അകത്തേക്ക് ചെല്ലുവാണ്. ആകാശം അകത്തേക്ക് മീനാക്ഷി ആ പടം സമനിലയിട്ട് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി എടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നീ എന്നെ കൂടെ നാണം കെടുത്താനാണ് അതിന്റെ പുറപ്പാടെന്ന് ചോദിക്കാം. എന്ത് നാണം കെടുത്തിന്നാ പറഞ്ഞേ? അല്ല നീ ഇപ്പൊ എന്തിനാ ഫുഡ് കഴിക്കാൻ വരായിരുന്നേ? അതാണ് കാര്യം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ ആരുമല്ലെന്നല്ലേ ആകാശേട്ടൻ പറഞ്ഞിരിക്കുന്നേ. പിന്നെന്താ? ഞാൻ പറഞ്ഞല്ലോ നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ആ സമയത്ത് എന്റെ വായിൽ അങ്ങനെ വന്നേ, ഞാനത് അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോയതാ. അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അറിയാലോ, ആനന്ദേട്ടന്റെ വിഷമം കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഓഹോ, ഇപ്പം ആനന്ദേട്ടന്റെ വക്കാലത്ത് പിടിച്ചു വന്നിരിക്കുക. എനിക്ക് മനസ്സിലായി. ആകാശിന്റെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ വീണ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത് മനഃപൂർവ്വമാണെന്നുള്ള ചിന്തയല്ലേ? നീ മീനാക്ഷി, നീ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലെന്ന് പറയാ. ഞാൻ പറയുമ്പോ അത് ആവശ്യമില്ലാത്ത. ആകാശിന് എന്ത് വെള്ളം പറയല്ലെന്ന് ചോദിക്കുക. ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ആനന്ദേട്ടന് വേണ്ടിയിട്ടാ. അത് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. എത്രയും പെട്ടെന്ന് ആ വിവാഹം നടക്കണം, അത് മാത്രമായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത എന്ന് പറയാം. ഈ സമയം അനു വന്നിട്ട് പറഞ്ഞു, അതെ അങ്ങോട്ട് വിളിക്കുന്നു പറയാണ്. കാരണം കുറെ സമയമായി രണ്ടുപേരും അകത്തേക്ക് വന്നിട്ട്. ഇതുവരെയായിട്ടും ആകാശനെ കാണാതെ ഇന്നിപ്പോഴാ വന്ന് പറഞ്ഞ്. അങ്ങനെ മീനാക്ഷി ആകാശം കൂടി അങ്ങോട്ട് ചെല്ലുവാണ്. ബാലൻ ചോദിച്ചു, എന്താ മീനാക്ഷി കാര്യം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാരും കൂടെ പറഞ്ഞു തീർക്കുക ചെയ്യണ്ടേ. അതിങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ചെന്ന് ചാടുമെന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കുടുംബമാണിത്. കുടുംബം ആവുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നല്ല പറയണേ. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം, അങ്ങനെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയാം. ആകാശ് പറഞ്ഞു, അച്ഛാ ഞാൻ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ മനഃപൂർവ്വം അവരങ്ങോട്ട് വിളിച്ച അപമാനിക്കുകയല്ലേ ചെയ്തേ. അതിനെക്കുറിച്ച് മീനാക്ഷിയോട് പറഞ്ഞു. മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, ആകാശ് അങ്ങനെയാണോ പറഞ്ഞേ? ആകാശ് പറഞ്ഞ എന്താ? ഈ കുടുംബത്തിന്റെ കാര്യത്തില് നീ ഇടപെടണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞേ? അങ്ങനെയാണോ പറയണ്ടേ? പിന്നെ ഞാൻ ആരാ ഇവിടെ? ഈ കുടുംബത്തിലെ അംഗമല്ലേന്ന് ചോദിക്കും. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറയാം. അറിയാലോ, ഇന്നിപ്പോ ഒരു ചെറിയ തീയായിരിക്കും, നാളെ അത് കാട്ടുതീയായിട്ട് പടരാൻ പോകുന്നത് കുടുംബത്തെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് സോൾവ് ചെയ്തേക്കാൻ പറയാം. ഈ സമയം ആനന്ദ് പറഞ്ഞു, അതെ ഇനിയിപ്പൊ എന്റെ കല്യാണക്കാരത്തെ കുറിച്ച് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന് പറയണം. അല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ വിവാഹം എന്ന് പറഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. കോമതി ഇങ്ങനെയൊന്നും പറയല്ലേടാ മോനെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, ശരി അമ്മ പറഞ്ഞേ, എന്തിനാ ആനന്ദേട്ട ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞാൻ നല്ലത് വിചാരിച്ചാ ആനന്ദേട്ടനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയതാ. വീണേച്ചി അങ്ങനെ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ആനന്ദേട്ട. ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാനും പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് കയറി പോവാ. മീനാക്ഷി ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മുറി കയറി ചെയ്തിട്ട് മീനാക്ഷിക്ക് വിശക്കാൻ തുടങ്ങി. കാരണം ഫുഡ് കഴിക്കാറുണ്ടല്ലോ വിശപ്പ്. മീനാക്ഷി അടുക്കളയിലേക്ക് വന്നു. അടുക്കള വന്ന് കഴിക്കാൻ നോക്കിയപ്പോൾ ബിസ്ക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. മീനാക്ഷി ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ വരുള്ളൂന്ന് എനിക്കറിയായിരുന്നു. നമ്മൾ എത്ര നല്ലത് ചെയ്യാൻ പോയാലും അവസാനം നമ്മുടെ തലക്കിലേക്കേ വരുള്ളൂ. എനിക്കെന്താ ഒരു വ്യക്തിത്വം ഇല്ലേ? എനിക്കെന്താ ഞാൻ എല്ലാവരുടെ മുന്നിൽ എന്റെ വ്യക്തിത്വം അടിയറവ് പറയണോ? എനിക്ക് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എവിടെ വെള്ളം എന്റെ അഭിപ്രായം തുറന്നു പറയാം. ആകാശനുള്ള ദേഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇതൊക്കെ കേട്ടോണ്ട് ഗോമതി അങ്ങോട്ട് വരുന്നേ. കോമതി കണ്ടപ്പം മീനാക്ഷി ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. എന്താ മോളെ ഇത്? നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കാം. പെട്ടെന്ന് മീനാക്ഷി, ഒന്നുമില്ലമ്മേ. എന്തേ മോളെ, ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. അറിയാലോ ആകാശന്റെ സ്വഭാവം നിനക്കറിയാലോ. അവൻ അത് അപ്പൊ തന്നെ വിട്ടു.
ദേ അവനുമായിട്ട് പോയി കോംപ്രമൈസ് ആവാൻ പറയാണ്. മീനാക്ഷി പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും ഞാൻ കോംപ്രമൈസ് ആവാൻ പോവില്ല, ഞാനല്ലോ വഴക്കുണ്ടാക്കിയത് ആകാശല്ലേ എന്ന് പറയാണ്. അതൊന്നും മോള് കാര്യമാക്കി എടുക്കണ്ട, എനിക്കറിയാം മോള് ബുദ്ധിയുള്ളവളല്ലേ. കാരണം ഈ കുടുംബത്തിലെ കാര്യങ്ങൾ എന്നെക്കാളും കൂടുതലായിട്ട് ഇപ്പൊ നിനക്കറിയാമെന്ന് എനിക്ക് തോന്നേ. അതുകൊണ്ട് നീ ആകാശിന്റെ അരിയിലേക്ക് എല്ലാരും പറഞ്ഞിട്ട് ഒരു വിധത്തിൽ കോംപ്രമൈസ് ആക്കി മീനാക്ഷി അങ്ങോട്ട് പറഞ്ഞു വിടുക. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ആകാശം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നീട് ആകാശം മീനാക്ഷി തമ്മിൽ സംസാരിച്ച് അവരുടെ വിഷയം അങ്ങോട്ട് കോംപ്രമൈസ് ആകുകയാണ്. ഈ സമയം ബാലനൊരു കാര്യം തീരുമാനിച്ചു. ഇതങ്ങനെ പോയിട്ട് കാര്യമില്ല, എത്രയും പെടുന്ന ഒരു തീരുമാനം എടുക്കണം. ആനന്ദിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. 1-2 വിവാഹമല്ല മുടങ്ങിയിരിക്കുന്നത്, വരുന്ന കല്യാണാലോചനകളെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുക. പിന്നീട് ബാലനൊരു തീരുമാനം എടുത്തു. ഇനിയിപ്പൊ താന് ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആനന്ദിന്റെ വിവാഹശേഷം മാത്രമായിരിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോ ബാലൻ ആ ഒരൊറച്ച തീരുമാനത്തിൽ എത്തുവാണ്. ഇനിയിപ്പോ ആനന്ദിന്റെ വിവാഹം അത് എത്രയും പെട്ടെന്ന് നടത്തണം, അത് നടത്തിയിട്ടോ ഇനിയിപ്പോ തനിക്കൊരു വിശ്രമമുള്ളെന്ന് ബാലൻ തീരുമാനിക്കുകയാണ്. പിന്നീട് ബാലൻ പോകാനിറങ്ങുന്ന നേരം എല്ലാരെയും വിളിക്കുവാണ്. അങ്ങനെ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ബാലൻ തന്റെ തീരുമാനം അറിയിക്കുവാണ്. അതെ, ആനന്ദിന്റെ വിവാഹം നടക്കണം, അത് ഉടനെ തന്നെ 50 ദിവസത്തിനുള്ളിൽ തന്നെ അവന്റെ വിവാഹം നടക്കണം. അവന്റെ വിവാഹം നടക്കാതെ ഇനി ഞാൻ ഈ വീട്ടിലേക്ക് കാലു കുത്തില്ലെന്ന് പറയാണ്. അവൻ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് കണ്ടെത്തണം, അങ്ങനെ കണ്ടെത്തിയിട്ട് അവന്റെ വിവാഹം നടത്തണമെന്ന് പറയാ. കോമതി പറഞ്ഞു, ബാലൻ എന്തൊക്കെയാ പറയണേ, ഇത്ര ഇടപെടിയുന്ന ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും. ബാലൻ പറഞ്ഞു, നടക്കണം, അല്ലാതെ അവനൊരു ജീവിതം ഉണ്ടാതെ ഇനിയിപ്പൊ ഞാൻ ഈ വീട്ടിലേക്ക് കാലു കുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാ. എല്ലാവർക്കും വല്ലാത്തൊരു അവസ്ഥയപ്പേ, ആരും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം. ഈ സമയം ഗോമതി ആര്യനോട് പറഞ്ഞു, മോനെ ആര്യ, നീ അച്ഛനെ പോയി വിളിച്ചോണ്ട് വാന്ന് പറയാണ്. പെട്ടെന്ന് ആര്യം പറഞ്ഞു, അച്ഛന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാന്ന് അറിയത്തില്ല. ആനന്ദ് പറഞ്ഞു, എന്റെ വിവാഹത്തിന് അച്ഛൻ എന്താ എത്ര റിസ്ക് എടുക്കണേ, കല്യാണം നടന്നില്ലെങ്കിൽ നടന്നില്ല എന്നല്ലേ ഉള്ളൂ, അതിനിപ്പോ എന്താ കുഴപ്പം. ഗോമതി ശരിയാ, ഒരു പക്ഷേങ്കില് അത് നീ പറയും, പക്ഷെ അച്ഛന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. അച്ഛൻ മനസ്സിനെന്തോ ഒരു വിഷമം ഉണ്ടെന്ന് തോന്നേ, നിന്റെ വിവാഹം നടക്കാത്തതുകൊണ്ട്. ബാക്കി 2 പേരുടെ കല്യാണം നടന്നില്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. അങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ബാലൻ ഒരു ഉറച്ച തീരുമാനത്തോടെ പോവാ. ഇനിയിപ്പോ ആനന്ദന്റെ വിവാഹം അത് മാത്രമാണ് ബാലന്റെ മനസ്സിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.